കേട്ടോ ഇതാണ് നാരായണി അമ്മ. ഇപ്പോഴാണ് നൈസായിട്ട് മൂഡ് മാറുന്നുണ്ട് കേട്ടോ. അയ്യോടാ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് കുഞ്ഞിപ്പെണ്ണ പെണ്ണ് പപ്പന്റെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കളിക്കും കേട്ടോ. കൂളിംഗ് ഗ്ലാസ് അല്ല പിന്നെ അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള പരിപാടിയില്ലാട്ടോ. അപ്പൊ കൂടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. കോഴിനെ കിടക്കാട്ടോ. കോഴി വാലിങ്ങനെ പൊക്കി പിടിച്ച് പോകുന്നുണ്ടിട്ട് എന്തോ മോളിക്കൊണ്ട് ചോറിനാ വിളിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചോറിനിട്ടില്ല, ഭയങ്കര വൈകി കുറെ നേരമായി 11 മണിയായിട്ടോ. ഇതുകൊണ്ട് ചോറിനിട്ടില്ല. അപ്പൊ ചോറ് കഴിക്കാൻ പോവാട്ടോ കൂട്ടുകാരെ. ചോറ് ഞാൻ പാലെടുക്കാം അവളുടെ. അപ്പൊ നമുക്ക് കുഞ്ഞിപ്പെണ്ണിനെ പാൽ വിരിച്ചിട്ട് പായൽ കിടത്താം. അപ്പൊ കൂട്ടുകാരെ ചോറ് കഴിക്കാട്ടോ. കാണിച്ചെടുക്കാം ഞാൻ കണ്ടോ. മോര് കറി, ചിക്കൻ കറി, ഉണക്കമീൻ വറുത്ത് കൂടി ചോറിന് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണി നമ്മുടെ കടത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നിലത്തോട്ടിരിക്കുന്നേ. മമ്മി ഇവിടെ ഉണ്ട് കേട്ടോ. മമ്മി ഹലോ കൂട്ടുകാരെ പറ. ഹലോ കൂട്ടുകാരെ. ഹലോ കൂട്ടുകാരെ. ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണ കൂടെ അംഗനവാടി പോകാൻ കേട്ടോ. കണ്ട കുഞ്ഞിപ്പെണ്ണ് റെഡി ആയിട്ടുണ്ട്. അംഗനവാടി വിടാല്ല. അംഗനവാടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയുണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ അംഗനവാടി പോവാണ്. നമ്മൾ നേരെ അംഗനവാടിയിലേക്ക് പോവാട്ടോ. മമ്മി ഉണ്ട്. മമ്മി കുഞ്ഞിപ്പെണ്ണതെ മുന്നിലിരിക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തിന്റെ ഭാഗത്തിലാണ്. നമ്മൾ നേരെ അംഗനവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ അംഗനവാടി എത്തി പൊന്നും മമ്മിയും കുഞ്ഞിപ്പെണ്ണും കൂടെ പോവാട്ടോ. കുഞ്ഞിപ്പെണ്ണിന് എന്തൊക്കെ സാധനം കിട്ടും തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണ് തൂക്കാൻ പോട്ടോ. അംഗനവാടിയിലെ പിള്ളേരെ വെച്ചിട്ട് കുഞ്ഞിപ്പെണ്ണ് നോക്കിയിരിക്കുന്നുണ്ടോ? പിള്ളേരൊക്കെ പോകുന്നു. പിള്ളേർക്ക് ഇറങ്ങി ഓടുന്നു കേട്ടോ. വിഷമായിപ്പോയോ? ഇതുങ്ങളെ കൈ പിടിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിപ്പെണ്ണ വീഡിയോ പിടിക്കുക. എല്ലാരും കണ്ടോ. കുഞ്ഞിപ്പെണ്ണാണ് നൈസായിട്ട് മൂഡ് മാറുന്നുണ്ട് കേട്ടോ. അയ്യോടാ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് ബംഗാളിയൊക്കെ ഉണ്ട്. ബംഗാളി. ഇതാണ് നമ്മുടെ അംഗനവാടി ടീച്ചർ കേട്ടോ. സീത ടീച്ചർ. എന്നെ പഠിപ്പിച്ച ടീച്ചർ കേട്ടോ. അന്ന് കണ്ടില്ലായിരുന്നോ? അന്ന് കാണാൻ സീത ടീച്ചർ തന്നെയാണ്. വർഷം എത്രയായി? 23 വർഷം. 23 വർഷത്തിന് വേണ്ടിയല്ലേ ടീച്ചർ? നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 23. ഞാൻ വന്നിട്ട് 33 വർഷം. ഞാൻ വിഷമിക്കണേ. ചൂടെടുക്കുന്നു അല്ലേ? നമുക്ക് അംഗനവാടി പോവാം. അംഗനവാടിയിൽ പോവാം. ടീച്ചർ അംഗനവാടിയിലേക്ക് കയറ്റുന്നുണ്ട്. കണ്ടോ കളർഫുൾ അംഗനവാടി കേട്ടോ. കളർഫുൾ അംഗനവാടി നോക്കൂ പൊന്നു. ചിത്രമൊക്കെ വരച്ച് നല്ല നല്ലതായി. അയ്യോ കുഞ്ഞിപ്പെണ്ണ് കണ്ടോ നിലത്തൊക്കെ കണ്ടോ ഇങ്ങനെ പതുപതാന്നുള്ള സാധനം കേട്ടോ. കുഞ്ഞിപ്പിള്ളേരൊക്കെ വീണാലും ഒന്നും പറ്റാതിരിക്കാൻ പാകത്തിന് ആ രീതിയിലാണ് കേട്ടോ. നീലയും റോസും കസാരകളായിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനത്തെ ഒന്നല്ലായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ ഒറ്റൊരു മഞ്ഞ കസാര ഉണ്ടായിരുന്നു. ഒറ്റൊരെണ്ണം ഞാൻ ആരായിരുന്നല്ലോ. ആ ഭിത്തിയൊക്കെ കണ്ടോ. ഭിത്തിയൊക്കെ അടിപൊളിയായിട്ട് കളറൊക്കെ ചെയ്ത് അത്യാവശ്യം കേട്ടോ. പെയിന്റിങ്സ് ഒക്കെ ഇത് സ്റ്റിക്കർ അല്ല പെയിന്റ് ആണ് കേട്ടോ. വരച്ചേക്കുന്ന കേട്ടോ. ഞാൻ വിഷമിക്കണേ. കേട്ടോ ഇതാണ് നാരായണി അമ്മ. കുഞ്ഞിനെ കൊറേ നുള്ളിയിട്ടുള്ള അമ്മയാന്ന് കേട്ടോ. കഞ്ഞി കുടിക്കത്തുമില്ല ഞാന്. അതേപോലെ ഉറങ്ങത്തുമില്ല. ഉച്ചക്ക് ഉറങ്ങാൻ പറയും. എല്ലാം ഓർമ്മയുണ്ട്. അവളൊന്നും മറക്കൂല അങ്ങനെ. അവിടെ പിള്ളേരെല്ലാരും അനുസരണയോടെ കസാരയിലിരിക്കുകയാണ് കേട്ടോ. എന്തോ സീരിയസ് ചർച്ച ചെയ്താൽ നമുക്ക് എല്ലാവരും കണ്ടോ. കുഞ്ഞിപ്പെണ്ണ കാല് പുറത്തേക്ക് ഇടുന്നില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ തൂക്കാൻ പോവാണ്. ലാസ്റ്റിലിട്ട് തൂക്കാൻ പോവാട്ടോ. കുഞ്ഞിപ്പെണ്ണെ വെയിറ്റ് നോക്കാൻ പോവാ. കുഞ്ഞിപ്പെണ്ണിനെ വെയിറ്റ് നോക്ക്. കൊരങ്ങും കൂട്ടും. എന്താ
ഉണ്ടാതിരിക്കുക. ഊഞ്ഞാല 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 പാട്ട് പാടത് ചിരിയൊന്നുമില്ലേ? അപ്പൊ കൂട്ടുകാരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിട്ടോ. അങ്ങനെ ആദ്യം പോയോ തെറ്റുമാരൊക്കെ തൊട്ട് നോക്കിയോ പൊന്നിനെ. എല്ലാ പിള്ളേരും അത് തൊട്ട് നോക്കും അല്ലേ. അപ്പൊ ഈ കവറിൽ മൊത്തം കുഞ്ഞിപ്പെണ്ണിന്റെ പൊടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പൊടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മിറ്റത്തിന്റെ കെട്ട് കണ്ടോ, കെട്ടി ഇവിടെ വരെ എത്തിട്ടോ. കെട്ട് ഏകദേശം കഴിഞ്ഞു, ഉഷാറായില്ലേ. പൊന്നു അതിന് മേൽക്കൂടെ ഒക്കെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. പൊന്നൊരു കല്ലെടുത്ത് വെക്കണം പറഞ്ഞിട്ട് പൊന്നു എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കുറെ കാലം കഴിയുമ്പോൾ പറയും പൊന്നു കെട്ടിയതാന്ന് പറയും. പൊന്നു കല്ല് ഒന്ന് കെട്ടിയതാന്നൊക്കെ പറയും പൊന്നു. പെണ്ണ് പപ്പന്റെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കളിക്കും കേട്ടോ. കൂളിംഗ് ഗ്ലാസ് അല്ല പിന്നെ പപ്പനെ കുറച്ച് റേഞ്ച് ആക്കാന്ന് ചോദിച്ചപ്പോ പൗട്ടനല്ല പൊട്ടൻ. പെണ്ണിന് ആ ഗ്ലാസ് വേണം കേട്ടോ. കളിക്കുന്നുണ്ടോ അവൻ വലിച്ചു ഊരാൻ നോക്കുവാ കണ്ട പിന്നെ പോവേ. അതാണ് സംഭവം. അങ്ങനെ അംഗനവാടിയിലൊക്കെ പോയി വന്നു. കുഞ്ഞിപ്പണ് ഒരു കുഴിയൊക്കെ കഴിഞ്ഞു കണ്ടോ. കുഞ്ഞിപ്പണ് എന്തോ നോക്കിയിരിക്കട്ടോ. കുഞ്ഞോ ഞാൻ ഹലോ പറയാൻ മറന്നു പോയി വീട്ടുകാര്. കേട്ടോ കുഞ്ഞിപ്പണ് എണീച്ചിക്കുന്നുണ്ടോ? എന്നെ എണീച്ചിക്കോട്ടോ കണ്ടോ. അത് എണീപ്പിച്ച് നിർത്തുന്നതല്ല, കുഞ്ഞിപ്പണ് തന്നെ എണീച്ചിക്കുന്നതാണ് കേട്ടോ. തന്നെ ഇങ്ങനെ കുറെ നേരം നിർത്താതിരിക്കാൻ പാടില്ല കുഞ്ഞോ അല്ലേ. എന്താ ഈ പിരിപിരിപ്പിനുണ്ടല്ലോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ സൂപ്പറായിട്ട് ചായയൊക്കെ കുടിച്ച് ഇന്നാണ് പണിയൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നു കേട്ടോ. ഇന്ന് ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സൈഡിലെ കെട്ട് അല്ലേ, കെട്ടെന്നല്ല പറയാ, കെട്ട് കംപ്ലീറ്റ്ലി പൂർത്തിയായി. പിന്നെ അപ്പൊ കൂട്ടുകാരെ അത്ര വീഡിയോ മറ്റു നാളെ കാണാം. പറഞ്ഞേ അപ്പൊ കൂട്ടുകാരെ എന്ന് ഇച്ചയായിട്ടോ ലാസ്റ്റത്തെ വൈൻ്റെ പിന്നെ കാര്യം ഇങ്ങനെ പറയാറ്. അപ്പൊ കൂട്ടുകാരെ അത്രേ ഉള്ളൂ ഇന്നത്തെ ശേഷം നാട്ടൊരു വീഡിയോ എടുത്ത് നാളെ കാണാം അങ്ങനെ പറയുന്നേ. ഇന്ന് ഞാൻ അത് പറയൂ, നീ ഓക്കെ പെൺമണി പറയണം. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ കൂട്ടുകാരെ ഇന്ന് അത്ര വിശേഷങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ പൊന്മണി. കുഞ്ഞിപ്പൻ എന്തോ പോലെ പോയി നോക്കാം പറഞ്ഞത്.